ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ 58ാമത്തെ പാർട്ടാണ്. ഇതൊരു പ്രതികാരത്തിൻ്റെ കഥയാണ് ഗേസ്. ചുമ്മാ പറഞ്ഞത് ലവ് സ്റ്റോറി തന്നെ. എന്നാൽ നമുക്ക് സ്റ്റോറിയിലേക്ക് പോയാലോ? എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് ഒരു കാര്യമില്ല ശിവ. നീ ബാത്റൂമിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ ഞാനൊരു സ്ഥലത്ത് അത് ഒളിപ്പിച്ചു വെച്ചു. ഇനി നാളെ നേരം എടുത്തിട്ട് ഞാനത് കാണിച്ചു തരുള്ളൂ. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞ് ബെഡിലേക്ക് കിടന്നു. ഇതിനുള്ള പ്രതികാരം ഞാൻ ചെയ്തിരിക്കും, നീ നോക്കിക്കോ. ശിവ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഞാൻ കാത്തിരിക്കാം. അത് പറഞ്ഞ് അവൾ തലവഴി പുതപ്പിട്ട് കിടന്നുറങ്ങി. വേറെ വഴിയില്ലാത്ത കാരണം ശിവയും ബെഡിൻ്റെ മറുവശത്തായി കിടന്നു. എനിക്ക് വേഗം ഡോർ ഓപ്പൺ ചെയ്തതാ, എനിക്ക് അത്യാവശ്യമായി ഹോസ്പിറ്റലിൽ വരെ പോണം. ശിവ പാർവണിയെ തട്ടി വിളിച്ചോണ്ട് പറഞ്ഞു. കീ അവിടെ ഇരിക്കുന്നുണ്ട് ശിവ, അവൾ ഉറക്കത്തിൽ ചിണുങ്ങിക്കൊണ്ട് പറഞ്ഞു. കിടന്നു അത് എഴുന്നേറ്റ് കീ എടുത്ത് അടി. ശിവ ഉറക്കാലറിയതും പാർവണ ബെഡിൽ നിന്ന് എണീറ്റിരുന്നു. നീ രാവിലെ തന്നെ ഇങ്ങനെ ദേഷ്യപ്പെടാതെ ശിവ, കീ നീ ഇന്നലെ അഴിച്ചിട്ട് ഷർട്ടിന്റെ പോക്കറ്റിൽ തന്നെയുണ്ട്. അവൾ ടേബിളിന്റെ മുകളിലായിരിക്കുന്ന ഷർട്ടിന്റെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഇതും ഇവിടെ ഉണ്ടായിരുന്നോ? ഇന്നലെ ഞാൻ ഈ റൂം മൊത്തം തിരഞ്ഞു, എന്നിട്ട് എനിക്ക് കിട്ടിയില്ല. ശിവ ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്ന് കീ എടുത്തോണ്ട് പറഞ്ഞു. അതാണ് പാർവണ, എപ്പോഴും ബുദ്ധിപരമായി മാത്രമേ ചിന്തിക്കൂ, പ്രവർത്തിക്കൂ. അതിന് നിനക്ക് വിടുന്ന ബുദ്ധി ആകെയുള്ളത് കുറച്ച് പൊട്ടത്തരം മണ്ടത്തരം മാത്രമാണ്, അവൻ പുച്ഛത്തോടെ പറഞ്ഞു. ശിവ, നീ ഇന്ന് നേരത്തെ വരുമോ? ഇല്ല, ലേറ്റ് ആവും. നീ വേണമെങ്കിൽ വീട്ടിലേക്ക് തിരിച്ചു പോക്കോ. അവിടെ ആകുമ്പോൾ അമ്മയും ദൈവമൊക്കെ ഉണ്ടാവും, ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കണ്ട. നീ എന്നെ ആ പേരും പറഞ്ഞ് ഇവിടെ നിന്ന് പുറത്ത് വിടാൻ നോക്കണ്ട. ശിവ എവിടെയാണോ അവിടെയാണ് ഈ പാർവണി ഉണ്ടാവുള്ളൂ. നീ എന്താന്ന് വെച്ചാൽ ചെയ്തോ, എനിക്കെന്താ. പിന്നെ രാവിലത്തേക്ക് ഉച്ചയ്ക്കുള്ള ഫുഡ് ഡ്രൈവർ താഴെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടാവും. അറിയാത്ത ആരെങ്കിലും വന്ന് വിളിച്ച ഡോറ് തുറക്കരുത്. അറിയുന്ന ആളാണെങ്കിലും വിൻഡോയിലൂടെ സംസാരിച്ചാൽ മതി, പുറത്തേക്ക് ഇറങ്ങണ്ടാട്ടാ. ഇത് ഞാൻ ഓഫീസ് കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്ന ഫോണാണ്. തൽക്കാലം നീ ഇത് യൂസ് ചെയ്തോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ എൻ്റെ നമ്പർ ഉണ്ട്, വിളിച്ചാൽ മതി. ശിവ പാർവണയോട് പറഞ്ഞുകൊണ്ട് വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. ശിവ, പാർവണ ശിവയെ പിന്നെയും വിളിച്ചു. എന്താ? അവൻ താല്പര്യമില്ലാത്ത വെട്ടിയിൽ വിളി കേട്ടു. നിനക്ക് ശരിക്കും എന്നോട് ഇഷ്ടമുണ്ടോ? അതാണോ ഇങ്ങനെ കെയർ ചെയ്യണേ? എനിക്കോ ഇഷ്ടോ? അതും നിന്നോട്? നോ, നെവർ. അത് പറഞ്ഞ് അവൻ തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയതും പാർവണ വീണ്ടും അവനെ പിന്നെയും വിളിച്ചു. ശിവ, ഐ ലവ് യു സോ മച്ച്. അത് കേട്ട ശിവ അവളെ ഒന്ന് തറപ്പിച്ച് നോക്കിയതിന് ശേഷം ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങി. പാർവണ ശിവ പോയതും വീണ്ടും ബെഡിലേക്ക് തന്നെ കിടന്ന് സുഖമായി ഉറങ്ങാൻ തുടങ്ങി. ദേവേട്ടാ, നമുക്ക് തുമ്പിയുടെ അടുത്ത് വരെ ഒന്ന് പോയി വന്നാലോ? രാവിലെ ഓഫീസിലേക്ക് പോകാൻ റെഡിയാവുന്ന ദേവിയോടായി രേവതി ചോദിച്ചു. അത് വേണ്ട, അവർ 2-3 ദിവസം അവിടെ ഒറ്റയ്ക്ക് നിൽക്കട്ടെ. സൺഡേ കഴിഞ്ഞ രാമച്ചനെ ഫിസിയോതെറാപ്പി ചെയ്യാനായിട്ട് ഒരു ഡോക്ടർ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ശിവ എന്തായാലും ഇവിടേക്ക് വരാതിരിക്കില്ല. ശിവ വരുന്നുണ്ടെങ്കിൽ പാറും കൂടെ ഉണ്ടാവും, അത് ഉറപ്പാണല്ലോ. അപ്പം കാണാം. മാത്രമല്ല, എനിക്കിപ്പോൾ ഓഫീസിൽ കുറച്ച് തിരക്കുകളുണ്ട്. ദേവേട്ടാ, തുമ്പിക്ക് അവിടെ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? എനിക്കൊന്നും ടെൻഷൻ പോലെ. നീ പേടിക്കണ്ട, അവിടെ അവളുടെ കൂടെ ശിവയുണ്ട്. അവളുടെ കാര്യം എല്ലാം അവൻ നോക്കിക്കോളും. ഈ ദേഷ്യം വാശിയൊക്കെ ഉണ്ടെങ്കിലും കൂടെയുള്ളവരുടെ കാര്യത്തിൽ അവൻ നല്ല കെയറിങ് ആണ്. അതുകൊണ്ട് പാറുവിനെ കുറിച്ച് ആലോചിച്ച് നീ പേടിക്കണ്ട. ദേവ അവളെ സമാധാനപ്പെടുത്തി. ദേവേട്ടൻ റെഡിയായി താഴേക്ക് പോവാ, ഞാൻ അപ്പോഴേക്കും ഫുഡൊക്കെ എടുത്ത് വെക്കാം. അത് പറഞ്ഞ് രേവതി നേരെ താഴേക്ക് പോയി. പാർവണ എഴുന്നേൽക്കുമ്പോഴേക്കും 10 മണി കഴിഞ്ഞിരുന്നു. അവൾ വേഗം കുളിച്ച് ഡ്രസ്സെല്ലാം മാറി താഴേക്ക് വന്നു. താഴെ ഡൈനിങ് ടേബിളിൽ ഡ്രൈവർ അവൾക്കുള്ള ഫുഡെല്ലാം എടുത്തു വെച്ചിരുന്നു. പാർവണ അതിൽ നിന്ന് രാവിലത്തേക്കുള്ള ഫുഡ് എടുത്ത് കഴിച്ചു. ഇന്നലെ രാത്രി ഇവിടേക്ക് വന്നതിനാൽ വീടൊന്നും ശരിക്കും കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് അവൾ വീട് മുഴുവൻ നടന്ന് കാണാൻ തുടങ്ങി. പുറത്തുനിന്ന് പലതവണ ഈ വീട് കണ്ടിട്ടുണ്ടെങ്കിലും അവളും ഇന്നലെയാണ് ആദ്യമായി ഈ വീടിന് ഉൾവശം കാണുന്നത്. താഴെയായി 3 മുറിയും ഒരു കിച്ചണുമാണ് ഉള്ളത്. കിച്ചണോട് ചേർന്ന് തന്നെ ഒരു സ്റ്റോർ റൂമും ഉണ്ടായിരുന്നു. സ്റ്റെയർ കയറി മുകളിലേക്ക് എത്തുമ്പോൾ 3 ബെഡ്റൂമുകളും ഒരു ഓപ്പൺ ബാൽക്കണിയാണുള്ളത്.
മുകളിലെ 3 മുറികളിൽ 2 അവൾ കയറി നോക്കി. അതിലൊന്ന് ശിവയുടെ റൂമായിരുന്നു. ശിവയുടെ റൂമിന്റെ തൊട്ടടുത്തുള്ള റൂം തുറന്നു നോക്കിയെങ്കിലും അത് ലോക്കായിരുന്നു. ഡോർ ഹാൻഡിൽ പിടിച്ച് കുറേ തവണ തിരിച്ചെങ്കിലും ഡോർ ഓപ്പൺ ആവുന്നില്ല. ഇതെന്താ ഈ മുറി മാത്രം പൂട്ടിയിട്ടിരിക്കണേ? ഇതിന്റെ താക്കോൽ എവിടെയാണെന്തോ? അത് പറഞ്ഞ് അവൾ ഡോറിന്റെ കീ ഹോളിലൂടെ അകത്തേക്ക് ഒന്ന് നോക്കി. പക്ഷെ ഒന്നും കാണാനില്ല. ഇനി ബാംഗ്ലൂർ ഡേയ്സ് ശിവനാടാശയുടെ സാധനങ്ങളും ഓർമ്മകളെല്ലാം ഒരു റൂമിൽ പൂട്ടി വെച്ചതുപോലെ ഇവിടുത്തെ ശിവ സത്യയുടെ സാധനങ്ങളെല്ലാം എടുത്തു വെച്ചിരിക്കുന്ന മുറിയായിരിക്കും ഇത്. ഇതിനുള്ളിൽ എന്താണെന്നറിയാതെ ഒരു സമാധാനവും ഇല്ലല്ലോ. ഇനി ഇതാരോടൊന്ന് ചോദിക്കുക? ശിവയൊന്ന് വിളിച്ചു നോക്കിയാലോ? അത് പറഞ്ഞ് അവൾ വേഗം റൂമിലേക്ക് പോയി ടേബിളിൻ്റെ മുകളിലിരിക്കുന്ന ശിവയുടെ ഫോൺ എടുത്ത് അവൻ്റെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു. ആദ്യത്തെ റിങ്ങിൽ തന്നെ അവൻ കോൾ അറ്റൻഡ് ചെയ്തു. പറയൂ പാർവണ. അവൻ കോൾ എടുത്തതും മറുഭാഗത്തു നിന്ന് പറഞ്ഞു, നീ തിരക്കിലാണോ ശിവ? അതെ, കുറച്ച് തിരക്കിലാണ്. പേഷ്യൻസ് എല്ലാം പുറത്തു പോയിട്ടുന്നുണ്ട്. എന്താ കാര്യം? ആണോ? എങ്കിൽ ഞാൻ പിന്നെ വിളിക്കാം. അത് സാരില്ല, നീ എന്തിനാ വിളിച്ചേ? എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടോ? അത് പിന്നെ നിന്റെ റൂമിന് തൊട്ടടുത്ത റൂമില്ലേ, അതെന്താ പൂട്ടിയിരിക്കണേ? അതിന്റെ താക്കോൽ എവിടെ വെച്ചിരിക്കണേ? ഇത് ചോദിക്കാനാണോ നീ തിരക്കിനിടയിൽ വിളിച്ചത്? അതല്ലേ മനുഷ്യൻ ഞാൻ പിന്നെ വിളിക്കാന്ന് പറഞ്ഞേ. അപ്പോ കുഴപ്പമില്ല, എന്താ കാര്യം എന്ന് ചോദിച്ചത് നീ തന്നെയല്ലേ? എന്നിട്ട് എനിക്ക് എപ്പ കുറ്റം? നീ പറ, എവിടെ താക്കോൽ വെച്ചിരിക്കണേ? ഞാനെടുത്ത് മുറി തുറന്നു നോക്കിക്കോളാം. അതങ്ങനെ നിനക്ക് തുറന്നു നോക്കാൻ പറ്റുന്ന മുറിയൊന്നുമല്ല. മാത്രമല്ല, ഞാൻ ഇന്നലെ ചോദിച്ചപ്പോ നീ ഡോറിന്റെ കീ എനിക്ക് തന്നില്ലല്ലോ. അപ്പോ ഇതിന്റെ കീ ഞാൻ തരില്ല. എന്താ ശിവ നീ ഇങ്ങനെ? ഇതൊന്നല്ല കഴിഞ്ഞ കാര്യമല്ല, അത് മനസ്സിലിട്ട് നീ ഇപ്പോഴും നടക്കാണോ? എനിക്ക് വേറെ എന്തെങ്കിലും പറയാണ്ട, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. ഇന്ന് നേരത്തെ വരുമോ? എനിക്കാണെങ്കിൽ ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് ബോറടിക്കാൻ തുടങ്ങി. അതല്ല ഞാൻ നിന്നോട് രാവിലെ പറഞ്ഞ നീ വീട്ടിലേക്ക് തിരിച്ചു പോക്കോളാൻ. അവിടെ ആകുമ്പോ ബോറടിക്കൂല്ല, അവിടെ അമ്മയും ദൈവവും ഒക്കെ ഉണ്ടല്ലോ. നിന്റെ ബുദ്ധി നിന്റെ കയ്യിൽ വെച്ചാൽ മതി മോനെ ദിനേശ. എനിക്ക് അറിഞ്ഞൂടെ നിന്റെ മനസ്സിലിപ്പ്? അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. നിന്നെ വിട്ട് ഞാൻ എവിടെയും പോയില്ല. നിന്നോട് സംസാരിച്ച് കളയാൻ എനിക്ക് സമയമില്ല. ഞാൻ കോള് കട്ട് ചെയ്യാ. ശിവ ഗൗരവത്തോടെ പറഞ്ഞു. അയ്യോ, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു കാര്യം പറയാനുണ്ട്. എന്താ? ഐ ലവ് യു ശിവ, വിഷ് യു ലോട്ട്. ഫോൺ വെച്ചിട്ട് പോടിപ്പില്ലേ. അത് പറഞ്ഞ് ശിവ കോള് കട്ട് ചെയ്തു. ഇയാളോ അമേരിക്കയിലാണ് പഠിച്ചെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? വായിൽ വരുന്ന മൊത്തം ഇങ്ങനത്തെ ഓരോ വാക്കുകളാണല്ലോ. പാർവണ സ്വയം ആത്മോദിച്ചു. ഇന്നലെ വന്നതിന് ശേഷം ദേവുവിനെ വിളിച്ചിട്ടോ സംസാരിച്ചിട്ടോ ഇല്ല. എന്തായാലും അവളെ ഒന്ന് വിളിച്ചു നോക്കാം. അത് പറഞ്ഞ പാർവണ രേവതിയെ വിളിച്ച് കുറച്ചു നേരം സംസാരിച്ചു. അവൾ രാമച്ചനെ കുറിച്ചും അമ്മയെക്കുറിച്ചും എല്ലാം രേവതിയോട് അന്വേഷിച്ചു. അന്ന് പതിവിലും നേരത്തെ ശിവ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വന്നിരുന്നു. അവൻ്റെ കാർ ഗേറ്റ് കടന്ന് അകത്തേക്ക് വന്നതും പാർവണ അകത്ത് നിന്നും അവൻ്റെ അരികിലേക്ക് ഓടി വന്നു. ശിവ! അവൾ ഉറക്കെ വിളിച്ച് അവൻ്റെ അരികിലെത്തി. എന്താ എന്താ പറ്റിയേ? അവൾ വരുന്ന കണ്ട് ശിവ ടെൻഷനോട് ചോദിച്ചു. എന്തു പറ്റാൻ? അവളൊന്നും മനസ്സിലാവാതെ തിരിച്ചു ചോദിച്ചു. പിന്നെ നീ എന്തിനാ ഓടി വന്നേ? അയ്യോ, ഞാൻ നിന്നെ കണ്ട സന്തോഷത്തിൽ കാണാൻ ഓടി വന്നതല്ലേ. എന്നെ നീ എന്താ ആദ്യമായിട്ട് കാണുകയാണോ? അതോ ഞാൻ വർഷങ്ങൾക്ക് ശേഷം ദുബായിൽ നിന്ന് വന്നാണ് ഇങ്ങനെ ഓടി വരാൻ? നിന്റെ വരവ് കണ്ടപ്പോൾ ഞാൻ എന്തോ നിനക്ക് പറ്റിയെന്ന് വിചാരിച്ചു. മനുഷ്യനെ ടെൻഷനാക്കാൻ ഓരോന്ന് ഇറങ്ങിക്കോളും. അപ്പോൾ നിനക്ക് എന്നെക്കുറിച്ച് ആലോചിച്ച് ടെൻഷനൊക്കെ ഉണ്ടല്ലേ? ശിവയുടെ കയ്യിലെ ബാഗ് വാങ്ങിക്കൊണ്ട് പാർവണ ചോദിച്ചു. മറുപടിയായി പാർവണെ ഒന്ന് രൂക്ഷമായി നോക്കി ശിവ നേരെ അകത്തേക്ക് കയറി. ഞാൻ ചായ ഉണ്ടാക്കട്ടെ ശിവ? മുകളിലേക്ക് കയറി പോകുന്ന ശിവയോട് പാർവണ ഉറക്കി വിളിച്ചു ചോദിച്ചു. ഞാൻ ചായ കുടിക്കില്ല, അവൻ സ്റ്റെപ്പ് കയറി കൊണ്ട് തന്നെ പറഞ്ഞു. പിന്നെന്താ കുടിക്കുക? കോഫി. എന്നാ നീ ഫ്രഷ് ആയിട്ട് വാ, അപ്പോഴേക്കും ഞാൻ നല്ല സൂപ്പർ അടിപൊളി കിടിലൻ കോഫി ഉണ്ടാക്കി വെക്കാം കേട്ടാ. അത് പറഞ്ഞ് പാർവണ അടുക്കളയിലേക്ക് പോയി. കുറേ നേരം കാത്തിരുന്നിട്ടും ശിവ താഴേക്ക് വരുന്നില്ല എന്ന് കണ്ടതും പാർവണ കോഫിയുമായി റൂമിലേക്ക് നടന്നു. കയ്യിലെ കപ്പ് ടേബിളിൽ വെച്ച് അവൻ ശിവയെ നോക്കി. പക്ഷെ മുറിയിലൊന്നും അവനെ കാണുന്നുണ്ടായിരുന്നില്ല. അത് കണ്ടതും അവൾ നേരെ പുറത്തേക്ക് ഇറങ്ങി ബാൽക്കണിയിലേക്ക് പോയപ്പോൾ ശിവ അകലേക്ക് നോക്കി ബാൽക്കണിയുടെ റീലിൽ പിടിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. പാർവണ തിരികെ മുറിയിലേക്ക് വന്ന് കോഫി കപ്പ് എടുത്ത് ശിവയുടെ അരികിലേക്ക് വന്നു. ശിവ, ദാ കോഫി. ഞാൻ കുറേ നേരം തന്നെ താഴെ നോക്കി നിന്നിട്ട് കണ്ടില്ല, അതുകൊണ്ട് മുകളിലേക്ക് വന്നേ.
ശിവ ഒന്ന് മൂളിക്കൊണ്ട് പാറുവിൻ്റെ കയ്യിൽ നിന്ന് കോഫി വാങ്ങി. നിനക്കെന്തെങ്കിലും ടെൻഷനുണ്ടോ ശിവ? ഒന്നും മിണ്ടാതെ നിൽക്കുന്ന ശിവയെ നോക്കി അവൾ ചോദിച്ചു. ഒന്നുമില്ല. എന്നാൽ ഞാൻ ഉച്ചയ്ക്ക് ചോദിച്ച കാര്യത്തിന് ഉത്തരം എന്താ? എന്ത് ചോദ്യം? ശിവ മനസ്സിലാവാതെ ചോദിച്ചു. നീ ആ കാര്യം ഇത്ര പെട്ടെന്ന് മറന്നു? ആ റൂമില്ലേ, അതിൻ്റെ കീ എവിടെയാന്ന്? അതിനുള്ള ഉത്തരം ഞാൻ ഉച്ചയ്ക്ക് തന്നെ പറഞ്ഞില്ലേ. അതെവിടെയാന്ന് നിന്നോട് ഞാൻ പറയില്ല. എന്താ ശിവ, ഒരു വട്ടം പ്ലീസ്. എനിക്ക് മുറിയുടെ ഉൾഭാഗം മാത്രം ഒന്ന് കണ്ടാൽ മതി, അവൾ കെഞ്ചിക്കൊണ്ട് ചോദിച്ചു. ഇല്ല, ഞാൻ അതെവിടെയാന്ന് പറയില്ല. ശരി, കീ എവിടെയാന്ന് നീ പറയണ്ട, പക്ഷെ ആ മുറിയുടെ ഉള്ളിൽ എന്താണെന്നെങ്കിലും പറഞ്ഞതാ. അത് നീ അറിയേണ്ട കാര്യമില്ല. ഞാനിനി നിന്നെ ദേഷ്യം പിടിക്കുന്ന ഒരു കാര്യം പറയില്ല. നല്ല കുട്ടിയെ എവിടെ ഇരിക്കാം, പ്ലീസ് ഒന്ന് പറഞ്ഞതാടാ. പറഞ്ഞു തരില്ല എന്ന് പറഞ്ഞാൽ പറഞ്ഞു തരില്ല, ശിവ തറപ്പിച്ച് തന്നെ പറഞ്ഞു. ഇനി അവനോട് എത്ര ചോദിച്ചിട്ടും കാര്യമില്ല എന്നറിയാവുന്നതുകൊണ്ട് പാറുവണ പിന്നെ അതിനെക്കുറിച്ച് ചോദിക്കാൻ നിന്നില്ല. ഓഫീസിൽ നിന്ന് ദേവ വീട്ടിലേക്ക് വന്ന് ഹാളിൽ ആരെയും കാണുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവൻ കയ്യിലുള്ള ബാഗ് സോഫയിലേക്ക് ഇട്ടുകൊണ്ട് പതിയെ അടുക്കളയിലേക്ക് നടന്നു. രേവതിയാണെങ്കിൽ രാത്രിയിലേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുന്ന തിരക്കിലാണ്. അടുക്കളയിൽ എവിടെയും അമ്മയെ കാണാനില്ലായിരുന്നു എന്നും മനസ്സിലാക്കിയ ദേവ ശബ്ദമുണ്ടാക്കാതെ പതിയെ അവളുടെ അരികിലേക്ക് നടന്നു. പിൻകഴുത്തിൽ അവൻ്റെ ചുടുശ്വാസം തട്ടിയതും രേവതി ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞു. പ്രതീക്ഷിക്കാതെ തൻ്റെ തൊട്ടരികിൽ ദേവയെ കണ്ടത് അവളൊന്ന് ഞെട്ടി. എന്താ ദേവട്ടെ ഇത്? പിന്നാലെ വന്ന് ശബ്ദം ഉണ്ടാക്കാതെ മനുഷ്യനെ വന്ന് പേടിപ്പിക്കാനാണ് ഉദ്ദേശം? അവൾ ഇടുപ്പിൽ കൈ കുത്തിക്കൊണ്ട് ചോദിച്ചു. പേടിപ്പിക്കാനല്ല, സ്നേഹിക്കാനോ ഉദ്ദേശം. അത് പറഞ്ഞ ദേവ അവളുടെ ഇടുപ്പിലൂടെ കൈ ചേർത്ത് തന്നിലേക്ക് ചേർത്ത് നിർത്തി. ദേവട്ട, വെറുതെ കളിക്കാൻ നിൽക്കണ്ടാട്ടാ, അമ്മ കണ്ടല്ലോ. അമ്മ കണ്ടെന്താ? അമ്മ കണ്ട എന്താന്ന്? ദേവേണ്ണൊന്നും ഇല്ലായിരിക്കും, പക്ഷെ എനിക്ക് കുറച്ച് നാണോ മാനൊക്കെ ഉണ്ട്. അവൾ ദേവയെ തന്നെ നിന്ന് തള്ളി മാറ്റിക്കൊണ്ട് പറഞ്ഞു. ദേവേട്ടൻ പോയി കുളിക്കും, ഞാൻ ചായ എടുത്തിട്ട് വയ്ക്കാം. അത് പറഞ്ഞ് രേവതി സിങ്കിലുള്ള പാത്രങ്ങൾ കഴുകാൻ തുടങ്ങി. അത് കണ്ട ദേവ ഒരു കള്ളച്ചിരിയോടെ മീശ പിരിച്ച് അവളുടെ അരികിലേക്ക് വന്നു. അവളുടെ ഇരു സൈഡിലും കൈ കുത്തി നിന്ന് അവളെ ലോക്ക് ചെയ്തു. എന്തോ ദേവേട്ട കാണിക്കണേ, മാറിന്നേ. അവൾ കൈ തട്ടി മാറ്റാൻ നോക്കിയെങ്കിലും ദേവ ബലമായി പിടിച്ചു നിന്നിരുന്നു. നീ ഇങ്ങനെ ഒറ്റയ്ക്ക് കഷ്ടപ്പെടേണ്ട ഭാര്യയെ ഞാൻ കൂടെ സഹായിക്കാം. എനിക്ക് ദേവേട്ടൻ്റെ ഒരു സഹായം വേണ്ട, ഒന്ന് മാറി നിന്നാൽ മാത്രം മതി. അങ്ങനെ പറയില്ലേ, ഞാൻ സ്നേഹം കൊണ്ടല്ലേ സഹായിക്കാന്ന് പറഞ്ഞ്. അത് പറഞ്ഞ് ദേവ അവളെ തനിക്ക് നേരെ തിരിച്ചു നിർത്തി. ദേവയുടെ മുഖം തന്നിലേക്ക് ചേർന്ന് വരുന്ന അറിഞ്ഞ രേവതി ഇരു കണ്ണുകളും ഇറുക്കിയടച്ചു. അവളുടെ നെറ്റിയിൽ നിന്നും ഒഴുകിയിറങ്ങിയ വിയർപ്പ് തുള്ളികളും വിറയ്ക്കുന്ന ചുണ്ടുകളും ഉയർന്നു വരുന്ന ശ്വാസഗതിയും എല്ലാം ദേവ കൗതുകത്തോടെ നോക്കിയിരുന്നു. ദേവു, അവളുടെ കാതിൽ പതിയെ വിളിച്ചു. രേവതി കണ്ണു തുറന്നു. ഞാനൊരു സമ്മാനം തരട്ടെ? അവൻ തൻ്റെ മുഖം അവളുടെ മുഖത്തോട് ചേർത്തുകൊണ്ട് ചോദിച്ചു. അമ്മേ! ദേവു അവനെ തള്ളി മാറ്റി അമ്മയെ ഉറക്കെ വിളിച്ചു. ഈ പെണ്ണിനെ കണ്ട് ഞാൻ തോറ്റല്ലോ. നീ മനഃപൂർവ്വം അമ്മയെ വിളിച്ചാന്ന് എനിക്ക് മനസ്സിലായി. എന്താ മോളെ? അമ്മ മുറ്റത്ത് നിന്ന് അടുക്കളയിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. അത് മല്ലിപ്പൊടിയുടെ പാത്രം എവിടെയാന്ന് ചോദിക്കാൻ വേണ്ടി വിളിച്ചതാ. രേവതി വായിൽ വന്ന നുണ പറഞ്ഞു. അതാ താഴത്തെ ഷെൽഫിലുണ്ട് മോളെ. അല്ല, നീ എപ്പോഴാ വന്നേ ദേവ? അമ്മ അപ്പോഴായിരുന്നു ദേവിയെ ശ്രദ്ധിച്ചത്. ഞാൻ ഇപ്പൊ വന്നോളമ്മേ. നീ എന്താ പടാ ചുറ്റിപ്പറ്റി നിൽക്കണേ? പോയി ഫ്രഷായി വാ, അപ്പോഴേക്കും മോള് നിനക്കുള്ള ചായ എടുത്ത് വയ്ക്കും. ദേവ അമ്മയെ നോക്കി ഒരു ചമ്മയെ ചിരിച്ചുകൊണ്ട് റൂമിലേക്ക് നടന്നു. ഗാർഡനിലെ കുറച്ച് ചെടി കൂടെ നനയ്ക്കാനുണ്ട്, ഞാൻ അതുകൂടെ നനച്ചിട്ട് വരാം. അത് പറഞ്ഞ അമ്മ തിരികെ പോയതും ദേവ വീണ്ടും അവളുടെ അരികിലേക്ക് വന്നു. ഇതിനുള്ള പണി ഞാൻ നിനക്ക് തരാട്ടാ, നീ റൂമിലേക്ക് വരാത്രേ. ദേവ അവളുടെ കാതുകളിൽ പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് പോയി. അപ്പോൾ നമ്മുടെ 58ാമത്തെ പാർട്ട് കഴിഞ്ഞു. എല്ലാവരും കമൻ്റ് ഇടുമെന്ന് വിചാരിക്കുന്നു. ബൈ, താങ്ക് യു.